സഹോദരന്മാരെ, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അമ്പിയാക്കളെ പേരിൽ കളവ് പറഞ്ഞതാണോ? എന്നാൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അയാളത് പ്രത്യേകം പറയുന്നുണ്ട്. മൗലൂദ് കിതാബിലൊക്കെ തവസ്സല ബിഹി ആദം വസ്തഗാസ ബിഹി നൂഹ്, അതൊക്കെ കള്ളത്തരം എഴുതി വെച്ചതാണ്. മൗലവി പറയാ മൗലൂദ് കിതാബില് കള്ളത്തരം എഴുതി വെച്ചതാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മൂപ്പര് പറയാൻ അതൊക്കെ അനിസ്ലാമികമായി പലതും മൗലൂദ് കിതാബിൽ കള്ളത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം സുബ്കി കളവ് എഴുതിയതാണോ? ഇമാം മഖ്ദൂം തങ്ങൾ കളവ് എഴുതിയതാണോ? ഇമാമിങ്ങളെ പേരിൽ മൗലവി പറയുന്നതൊന്ന് ആദ്യം കേട്ടോളൂ. അന്ന് വെച്ചോടുത്തവനെ ഹക്ക് ജാഹ് തവസ്സല ബിഹി അതൊക്കെ കള്ളത്തരാണ് എന്ന് പറയുന്നത് വെച്ചോളൂ. തവസ്സല ബിഹി ആദം, ആദം ഇടതേടിയത് ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ്. അതുപോലെ തന്നെ ഫസ്തഗാസ ബിഹി നൂഹ്, നൂഹ് നബിയുടെ കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ ആശയമല്ലേ, കള്ളം പറഞ്ഞതല്ലേ അവരെ സംബന്ധിച്ച്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവര് തേടിയതായോ അള്ളാന്റെ റസൂലിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തവസ്സുൽ ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥിച്ചതായി എവിടെയാണുള്ളത്? അതെ, ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടൊക്കെ പറഞ്ഞെന്നും തവസ്സല ബിഹി ആദം എന്ന് പറഞ്ഞു, വസ്തഗാസ ബിഹി നൂഹ് എന്ന് പറഞ്ഞതൊക്കെ അനിസ്ലാമികമായ വിഷയങ്ങൾ കള്ളം പറഞ്ഞതല്ലേ എന്നാ മൗലവി ചോദിക്കുന്നു. ഇമാമിങ്ങളൊക്കെ കള്ളം പറഞ്ഞു അല്ലേ? നല്ല സത്യം പറയുന്ന മൗലവി. എന്നാ സഹോദരന്മാരെ കേട്ടോ, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവല്ലേ പറഞ്ഞത്? അമ്പിയാക്കൾ ചെയ്ത കാര്യമാണ്, പഠിപ്പിച്ച കാര്യമാണെന്ന്. ഒന്ന് ഇമാം സുബ്കി മൗലവിന്റെ ഭാഷയിൽ ഒരു കള്ളം പറയുന്ന ആള്. രണ്ടാമത്തെ സൈനുദ്ദീൻ മഖ്ദൂം അല്ലേ മങ്കൂസ് പറഞ്ഞ് സൈനുദ്ദീൻ മഖ്ദൂമും ഒരു കളവ് പറയുന്ന ആള്. മൂന്നാമത്തെ കളവ് പറയുന്ന ഇമാമിനെ ഉദ്ധരിക്കട്ടെ, മൗലവിന്റെ ഭാഷയിലാണ്. മൗലവി എല്ലാ ഇമാമിങ്ങളും കളവ് പറയുന്ന ആളാന്നാ പറയുന്നത്. മൂപ്പരൊരു നല്ല നേര് പറയുന്ന ആളാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നെ ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നേര്. ഓ സഹോദരന്മാരെ, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തു എന്ന് പറഞ്ഞ മൂന്നാമത്തെ വ്യക്തി ആരാണ്? ഹിജ്റ 734 മരണപ്പെട്ട മുജാഹിദീങ്ങൾ എപ്പോഴും പേരെടുത്ത് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതന്റെ പേരാണ് ഇമാം ഫാക്കിഹാനി. അദ്ദേഹം മൗലിദിനെതിരാണ് എന്നാണ് അവർ സാധാരണ പറയാറ്. ആ ഇമാം ഫാക്കിഹാനി മുജാഹിദേ, നിങ്ങളെ സർവ്വ അൽബനാറിലും ശബാബിലും നിങ്ങളെ ലൗലേഖയിലും നോട്ടീസിലും ബുക്കിലും പേര് കാണുന്ന ഇമാം ഫാക്കിഹാനി. ആ ഇമാം ഫാക്കിഹാനിയുടെ വാചകം കേട്ടോ, സ്വന്തം കിതാബ് നോക്കിയാ വായിക്കുന്നത്. അൽ ബാബുൽ ഹാദി അശർ, 11-ാം അധ്യായം. സുബ്കി ഇമാം മാത്രമാണോ മഹസറയില് അമ്പിയാക്കൾ പിടികൂടുന്ന ആള്? ലോകത്തുള്ള എല്ലാ ഇമാമികളും അള്ളാന്റെ റസൂലിനെ കൊണ്ട് ആദം നബി തവസ്സുൽ ചെയ്തതും നൂഹ് നബി സഹായം തേടിയതുമൊക്കെ രേഖപ്പെടുത്തിയതല്ലേ? കേട്ടോ, ഫീമൻ ഇസ്തഗാസ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഗീസ ഫിൽ ഖദീമി വൽ ഹദീസ്. മുമ്പും പിമ്പും റസൂലുള്ള മുഖേന സഹായം കിട്ടിയവരുടെ അധ്യായം, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയവരുടെ അധ്യായം. ഇഅലം, നീ ശരിക്കും ഉറപ്പിച്ചു വെക്കണം, അന്ന അവ്വല മൻ ഇസ്തഗാസ ബിനബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയ, റസൂലുള്ളാഹിനെ ഇടയാളനാക്കി സഹായം തേടിയ ഒന്നാമത്തെ വ്യക്തി അബൂനാ ആദം അലൈഹിസ്സലാം. അത് ആദം നബി അലൈഹിസ്സലാമാണെന്ന് നീ ഉറപ്പിച്ചു വെക്കണേ. നിങ്ങളെ സർവ പുസ്തകത്തിലും പേര് കാണുന്ന ഇമാം ഫാക്കിഹാനി, അദ്ദേഹത്തിന്റെ അൽ ഫജ്റുൽ മുനീർ എന്ന ഗ്രന്ഥത്തിന്റെ 263-ാമത്തെ പേജിലാണ് മൗലവിമാരെ പറഞ്ഞത്. അപ്പൊ ഇമാം സുബ്കി ഒറ്റക്കല്ല, മങ്കൂസ് മുലുദുദിയ സൈനുദ്ദീൻ മഖ്ദൂം ഒറ്റക്കല്ല, പേരോടൊറ്റക്കല്ല. എനിക്ക് കേട്ടോ, ഇമാമിങ്ങളുടെ പേര് തീർന്നില്ല. ശൈഖുൽ ഇസ്ലാം ഇമാം ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു മിസ്ബാഹുൽ ളലാം എന്ന മഹാനവറുകളുടെ ഗ്രന്ഥം ഹിജ്റ 607 ജനിച്ച് 683 മരണപ്പെട്ടു. ഈ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നതിന്റെ പുണ്യം പറയാൻ വേണ്ടി എഴുതിയ കിതാബാണ്. ഇതിൽ വേറൊരു വിഷയവും ഇല്ല, ഇസ്തിഗാസന്റെ തെളിവ് മാത്രം പറയാൻ എഴുതിയ കിതാബാണ്. ഹിജ്റ 607 ജനിച്ച് 683 മരണപ്പെട്ടു. ഇതിലും നിങ്ങൾക്ക് കാണാം സഹോദരൻ ബാബു മാ ജാ
في استغاثة سيدنا آدم أبي البشر بالنبي صلى الله عليه وسلم റസൂലുള്ളാഹിനെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാം സഹായം തേടിയ ഒരധ്യായം തന്നെ കൊടുക്കുകയാണ്. എനിക്ക് കേട്ടോ, അഞ്ചാമത്തെ ഇമാമിങ്ങളെ പേര് പെട്ടെന്ന് പറഞ്ഞങ്ങ് തീർക്കുകയാണ്. ഇമാം അബുൽ ഹസൻ അലി ഇബ്നു ഹാറൂൻ, മരണം ഹിജ്റ 352 മുജാഹിദേ. എന്താണ് മഹാനവറുകൾ പറഞ്ഞത് കേട്ടോ? വബിഹി തവസ്സല ആദമു മിൻ ദംബിഹി വതശഫഅത് ബിമഖാമിഹി ഹവ്വാഉ. ആദം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കി. പിന്നെയോ ബിഹി തവസ്സല നൂഹു ഫീ തൂഫാനിഹി വഉജീബ ഹീന തഗ അലൈഹിൽ മാഉ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും റസൂലുള്ളാഹിനെ കൊണ്ട് സഹായം തേടി. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? കമാ ശഫഅ അല്ലാഹു നബിയ ലി ആദമി ബിഹി ഫീ ജനാനിൽ ഖുൽദി മിമ്മാ ബിഹി ഗദാ. ഇനിയും കേട്ടോ സഹോദരന്മാരെ, ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശറഹുൽ ഇലാഹിന്റെ 490 പേജിൽ ഇതിലും അത് തന്നെ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കിയത് പറയുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശിഫാഇന്റെ ശറഹ് 271 നോക്കിക്കോളൂ. അതേ ഇമാം ബൈഹഖി 5489 പറയുകയാണ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു 2672 പറയുകയാണ്. ഇമാം അബൂ നുഐമ പറയുന്നു, ഫതാവയുടെ 2-ാം വാള്യം 151 പേജ് നോക്കിക്കോ. ഇമാം സുംഹൂദി വഫാഉൽ വഫാഇന്റെ 3-ാം വാള്യം 1370 പേജിൽ പറയുന്നു. ഇമാം ഖസ്തലാനി മവാഹിബിന്റെ 62-ാം പേജിൽ പറയുന്നു. ഇമാം ജമീരി നജ്മുൽ വഹാജിന്റെ 3-ാം വാള്യം 559 പേജിൽ പറയുന്നു. ഇനി സഹോദരന്മാരെ, ഇതൊക്കെ പറയുമ്പോ മൗലവിക്കൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി അറിയോ? ഏതായി അടുത്ത് വരിക? അത് ലൈഫാണ്. കാരണം ഇവർക്ക് പറ്റാത്തൊക്കെ ലൈഫ് ലോകത്തുള്ള എല്ലാ മുസ്ലിമും അറിയാം. ബുഖാരിയുടെ ബഹുമാനത്തിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു. പക്ഷേ മൗലവിമാര് പറയുന്നത് ബുഖാരി സ്വീകരിച്ചൂടാ. പിന്നെ നമ്മൾ എന്താ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക? എന്ത് പറഞ്ഞാലും പറയൂ ലൈഫാണ്. അതൊന്ന് കേൾപ്പിച്ചോട്ടാ മോനെ. ബുഖാരി ഇമാമിനെയും സഹീഹുൽ ബുഖാരിയും തള്ളുന്ന വാചകം ഒന്ന് കേട്ടോളൂ. സഹീഹുൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅസൂമാണെന്നോ ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. കേട്ടില്ലേ? ഇമാം ബുഖാരി മഅസൂമാണെന്നോ ഇമാം ബുഖാരിയുടെ കിതാബിലുള്ളൊക്കെ സത്യസന്ധമാണെന്നോ ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ലോകത്തൊരു മുസ്ലിം പണ്ഡിതനും തർക്കമില്ലാത്ത സഹീഹുൽ ബുഖാരിയാണ് തള്ളിയത്. ഇവരെ ലൈഫാക്കലിന് പിന്നെ വല്ല കാര്യവും പറയേണ്ടതുണ്ടോ? അവർക്ക് പറ്റാത്തതൊക്കെ ലൈഫ്, അവർക്ക് പറ്റാത്തതൊക്കെ ലൈഫ്. അതുകൊണ്ട് ഇനി മൗലവി വന്നിട്ട് ലൈഫാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങ് വായിച്ചു പറ്റിക്കും. അത് ഇമാം ബുഖാരിയുടെ ബുഖാരി അടക്കം മൗലവിമാര് സ്വീകരിക്കൂല കേട്ടോ. കാരണം ഇവർക്ക് അള്ളാന്റെ ദീന് തകരണമെന്നല്ലാതെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നത് അവരുടെ ഉദ്ദേശമല്ല.